പുനഃസംഘടനാ പട്ടികയിൽ അതൃപ്തരായ നേതാക്കളെ അനുനയിപ്പിക്കാൻ നീക്കം ആരംഭിച്ച് KPCC. കെ സുധാകരൻ, കെ മുരളീധരൻ എന്നിവരുമായി നേതാക്കൾ സംസാരിക്കും. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് സമാപിച്ചതിനു ശേഷമാകും നേതാക്കൾ സംസാരിക്കുക. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് സലീം മാലിക്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഒരു ജംബോ പട്ടിക കൊണ്ടുവരുന്നു. ഈ ജംബോ പട്ടിക വരുമ്പോൾ ഇത്രയധികം പേരെ ഉൾക്കൊള്ളിക്കുമ്പോൾ പരാതികളും ഒന്നും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നല്ലോ നേതൃത്വത്തിന്. പക്ഷേ അത് തെറ്റുകയാണെന്ന് മനസ്സിലാക്കുന്നു. പല കോണുകളിൽ നിന്നും പല പരാതികളും വരുന്നുണ്ടല്ലോ. ഉന്മേഷ്, ക്രിസ്റ്റീന, ഒരു ജംബോ പട്ടിക അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിന് പിന്നാലെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരാതിരഹിതമായി ഈ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യമായും രഹസ്യമായും എതിർപ്പുമായി രംഗത്തെത്തി. അതിലേറ്റവും പ്രധാനികൾ കെ മുരളീധരൻ, കെ സുധാകരൻ, ചാണ്ടി ഉമ്മൻ എന്നിവരായിരുന്നു. ഈ മൂന്ന് പേരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയ്ക്ക് പിന്നാലെ തന്നെ സെക്രട്ടറിമാരുടെ പട്ടിക വരും. ആ പട്ടികയിൽ മതിയായ പ്രാതിനിധ്യം എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് നേതാക്കൾ ഇവർക്ക് നൽകുക. ഒപ്പം തന്നെ നിലവിൽ ഈ കെ മുരളീധരനൊപ്പം ഉണ്ടായിരുന്ന ഈ മരിയാപുരം ശ്രീകുമാറിനെ ഒഴിവാക്കുകയും കെ മുരളീധരൻ ഉൾപ്പെടുത്താൻ പറഞ്ഞ കെ എം ഹാരിസിനെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് കെ മുരളീധരനെ ചൊടിപ്പിച്ചത്. റിജിൽ മാക്കുറ്റിയെ ഉൾപ്പെടുത്താത്തതാണ് കെ സുധാകരന്റെ അമർഷത്തിന് കാരണം. ചാണ്ടിയുമ്മനാകട്ടെ പട്ടികയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പരസ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയ ചാണ്ടിയുമ്മൻ പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മലക്കം മറിഞ്ഞ പാർട്ടിയാണ് തനിക്ക് വലുത് എന്നൊരു നിലപാടെടുത്തു. ഇതൊക്കെ നേതാക്കന്മാർ കൂടിയാലോചന നടത്തിയതിന്റെ ഭാഗമായി കൂടിയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊന്നും എതിർപ്പുയർത്താത്തതാണ് ഈ പ്രശ്നങ്ങളെ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലേക്ക് നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ അസംതൃപ്തരായ നേതാക്കളെ, പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളെ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവരുമായി കൂടി സംസാരിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക എന്നുള്ള നീക്കമാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നാലെ ഈ സെക്രട്ടറിമാരുടെ പട്ടിക വരുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നം കോൺഗ്രസിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തുവിടാതിരുന്നത്. പക്ഷേ അതും വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടുകയും ചെയ്യും. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥ നടന്നു വരികയായിരുന്നു. ഇന്ന് അത് പന്തളത്ത് സമാപിക്കും. പന്തളത്ത് സമാപിച്ചതിന് ശേഷമാകും സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ചർച്ചകളും ആരംഭിക്കുക. ഉന്മേഷ്, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.